ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെയും കൈകോർക്കൽ ഇന്ത്യൻ പ്രവാസികൾക്ക് പുതിയ വഴികൾ തുറക്കുമോ? സൗദിയിൽ വെച്ച് ഇരുവരും ഗംഭീര മീറ്റിംഗുകളാണ് നടത്തിയത്. ചൊവ്വാഴ്ച രാത്രി അൽസലാം കൊട്ടാരത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇടനാഴി പ്രോജക്റ്റ് മുതൽ ലോകത്തിലെ ട്രെൻഡിംഗ് ആയ ഗ്രീൻ എനർജി വരെ പല വിഷയങ്ങളിലും ആശയവിനിമയം നടന്നു. കൂടിക്കാഴ്ചയിൽ ഒപ്പുവെച്ച കരാറുകളാണ് ഇതിലെ ഹൈലൈറ്റ്. പുതിയ കരാറുകളിലൂടെ ഊർജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, പെട്രോ കെമിക്കൽസ് തുടങ്ങിയ മേഖലകളിലേക്കാണ് സഹകരണം വ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രീൻ ഹൈഡ്രജൻ പോലുള്ള പുതിയ ഊർജ മേഖലയിൽ ഇന്ത്യയും സൗദിയും ചേർന്ന് നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് വലിയൊരു പോസിബിലിറ്റിയാണ്. അതായത് പുതിയ തൊഴിലവസരങ്ങൾ, ബിസിനസ് ചാൻസുകൾ, സ്കിൽ ട്രെയിനിങ്ങുകൾ, അങ്ങനെ എല്ലാം കൂടി വരും. സൗദിയുടെ ഭീമൻ പദ്ധതിയായ വിഷൻ 2030 ഭാഗമാണിത്. അതിനാൽ സൗദിയിൽ ഇനി പുതിയ മേഖലകളിൽ ഇന്ത്യൻ പ്രവാസികൾക്കുള്ള അവസരങ്ങളുടെ വാതായനങ്ങളാണ് തുറക്കപ്പെടുന്നത്. ഇത്തരമൊരു കൈകോർക്കൽ സൗദിയിൽ നിലവിൽ കഴിയുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള 27 ലക്ഷം ഇന്ത്യൻ പ്രവാസി സമൂഹത്തിനും ഇനി വരാനിരിക്കുന്നവർക്കും അവസരങ്ങൾ നിറഞ്ഞൊരു വേദിയായി മാറും.